ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് കുഴിമന്തി ഉണ്ടാക്കിയാലോ? സോറി, കുഴിയില്ലാത്ത മന്തിയാണേ. അതിനുവേണ്ടി ആദ്യം തന്നെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലും കറാമ്പട്ടയും ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് കഴുകി വെച്ച ബസുമതി റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ആദ്യം ഒരു കുക്കറിലേക്ക് വിനാഗിരിയും ഉപ്പും ഇട്ട് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് ഈ മാഗി ക്യൂബാണ്. അതൊരു 5-6 എണ്ണം പൊടിച്ചിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് പട്ട, പൂവ്, കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് സ്പൈസി ആവാൻ വേണ്ടി കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോഴേക്ക് നമ്മുടെ റൈസ് ഒരു ഹാഫ് വേവ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് വെള്ളം ഊറ്റിയെടുത്ത് വെക്കാം. എന്നിട്ട് ചിക്കൻ സെറ്റ് ചെയ്ത് വെച്ച കുക്കറിലേക്ക് മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കണം. ഇനി അതിന്റെ മുകളിൽ ഇതുപോലെ കുറച്ച് മുളക് വെച്ച് കൊടുക്കാം. പിന്നെ നാച്ചുറൽ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ കലക്കിയ വെള്ളം, അതുപോലെ മുളക് പൊടിയുടെ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുക്കർ നമുക്ക് ഒരു വിസിൽ വരാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ ഒരു വിസിൽ വന്നു. ദേ നമ്മുടെ കുഴിമന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. റൈസും പീസും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാൻവിക്ക് ദേ മന്തി കഴിക്കാൻ റെഡി ആയിരിക്കാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മന്തിയുടെ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും ഹോം മെയ്ഡ് കുഴിമന്തി ഇത്ര സക്സസ് ആവുമെന്ന് വിചാരിച്ചില്ല. സാൻവിയൊക്കെ ടേസ്റ്റ് കൊണ്ട് ദേ വാരി വാരി തന്നത് കണ്ടില്ലേ. ഇനി എല്ലാവരും ധൈര്യമായിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.